ആസാമത്തെ രാജാവ് ഓടി കളിച്ച് നടന്നിരുന്ന സ്ഥലം. കളിക്കാനുള്ള മൈതാനമാണ് അത്. അവിടെ ഈ മാച്ചും അങ്ങനത്തെ കളറി ഐറ്റംസും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലം. ₹20 എൻട്രി ടിക്കറ്റ്. ഓൺലൈനിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ₹20. ആർക്കിയോളജി സർവൻ്റെ ഒരു സൈറ്റുണ്ട്, സൈറ്റിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ₹20. ഇവിടെ വന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സൈറ്റ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ വന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ₹25. കൊട്ടം വെയിലത്ത് ഇങ്ങനെ നടക്കണം. അങ്ങനെ നടക്കാനുള്ള സ്ഥലങ്ങൾ എന്തൊക്കെ എഴുതിയ സ്റ്റോർഡ് ഓവൽ ഷേപ്പ്ഡ് പബ്ലിക് ബിൽഡിംഗ് നാഹം കിൻഡോം 1744 മുതൽ 1751 AD ഫോർ വാച്ചിങ് ഗെയിംസ് ഓഫ് ബേർഡ്സ് ആൻഡ് ആനിമൽസ്. അതാണ് സംഭവം. കൾച്ചറൽ പ്രോഗ്രാം ഓഫ് റൂട്ട് ആൻഡ് സൂപ്പർ സ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്റ്റഡ് ലൈക്ക് ആൻ ഇന്റർനാഷണൽ ബോട്ട് ഹാവിങ് കളി കാണാനുള്ള സ്ഥലം അത്രേ ഉള്ളൂ. ₹20 കൊടുത്തത് പൈനല്ല. ഇവിടെ വാഷ്റൂമും ഇതൊക്കെ ഉണ്ട്. എന്തായാലും രണ്ടും കൂടി ഒന്ന് പോലോ. ഇതിനും വേണ്ട കൊട്ട വെയിലാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ. അത്യാവശ്യം കുഴപ്പമില്ല. ഇതിൻ്റെ സൈഡിൽ ജസ്റ്റ് ഫ്രഷ് ആവാനും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. വാഷ്റൂമും കുടിവെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറി ചെല്ലും. ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ജസ്റ്റ് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളും ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ജസ്റ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ മുകളിലത്തെ തട്ടിക്കാണ് പോകേണ്ടത്. നമുക്ക് അവിടുന്ന് കറക്റ്റ് വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുക. അവിടേക്കാണ് പോകേണ്ടത്. അവിടെ സ്റ്റെപ്പും കാര്യങ്ങളൊന്നും കാണുന്നില്ലല്ലോ. ഈ സൈഡൊന്ന് പോയി നോക്കണം, സ്റ്റെപ്പ് ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഒന്ന് പുറത്തിറങ്ങാം. കിട്ടി. പുറത്ത് കൂടെ കേട്ടോ വയ്യ. പുറത്തിറങ്ങി ഇങ്ങനെ മുകളിൽ കൂടെ ഇങ്ങനെ കയറുമ്പോൾ ഇതിൻ്റെ ബാൽക്കണിക്ക് എത്തും. ബാൽക്കണീൻ്റെ വ്യൂ ആണിത്. അതിന് ഉള്ളത്തെ വ്യൂ. അവിടുന്ന് ഫ്രണ്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ ഏകദേശം ഇതേ ഒരു വ്യൂ ആണ്. സെറ്റ്. ഇന്ത്യൻ്റെ ഫ്ലാഗ് പാറി പഠിക്കുന്നുണ്ട്. സെറ്റ്. ഇന്ന് പുറത്തിറങ്ങിയിട്ടാ. പുറത്തിറങ്ങി ഒന്ന് നോക്കട്ടെ. സെറ്റാണ്. ഏകദേശം അവിടുന്ന് പുറത്തിറങ്ങി ഇങ്ങനെ വരുമ്പോൾ ഏകദേശം ഈ ഒരു വ്യൂ ആണ്. ബാക്ക് വ്യൂ. നമ്മൾ പോകാൻ പോണത് തലൈത്തർഗർ എന്ന സ്ഥലത്ത് കാണുന്നുണ്ടോ? എന്താണെന്നൊന്നും വലിയൊരു ഐഡിയ ഇല്ല. പോയോക്കട്ടെ. കുട എടുത്തിരുന്നു. പെരും വെയിൽ. കൊട്ടവെയിൽ പറഞ്ഞിട്ട് ഇതുപോലെ വെയിൽ. നല്ല രസമൊക്കെ ഉണ്ട് സ്ഥലങ്ങളൊക്കെ. ഇതൊക്കെ ആണ് സംഭവം. നോക്കാം, അടുത്തെങ്ങനെ നടന്നു നോക്കാം. ഇവിടുന്ന് 3 മണിക്ക് സിംലഗുരിക്ക് ഒരു ട്രെയിനുണ്ട്. സിംലഗുരി പോകണം. സിംലഗുരിയാണ് മെയിൻ പാലസൊക്കെ കിടക്കുന്നത്. 3 മണിക്കാണ് ട്രെയിൻ. സമയം ഏകദേശം 11:30-12 ആ ടൈമായിട്ടുള്ളൂ. പിന്നെ സിംലഗുരിയിൽ നിന്ന് 7 മണിക്കൊരു ട്രെയിനുണ്ട്. മറ്റേ ദീമാപൂർ, നാഗാലാൻഡ് വിടാൻ. അപ്പം ഇങ്ങനെയാണ് ഇപ്പോഴത്തെ പ്ലാൻ നിലവിൽ. നോക്കട്ടെ. ഇതിൻ്റെ കവാടം തലക്താർ ആണുണ്ടോ? വെയിലിങ്ങനെ അടിച്ചിട്ട് സുഖമല്ലേ. ഇതാണ് കവാടം. നാദോ കവാടം കയറാൻ പോകുന്നു. ഗോലാഗ് എന്ന സംഭവം എന്തൊക്കെ എഴുതി വെച്ചു. പക്ഷെ ക്ലോസ് കിടക്കുക. ഇങ്ങനെ ഈ സ്ഥലമൊക്കെ ഇതിൽ പെട്ടത്. പക്ഷേ ഇവിടെയൊക്കെ എന്തൊക്കെ ചതുപ്പായി കിടന്നിട്ട് ഉള്ള വെള്ളം കയറി കിടക്കുകയാണ്. മെയിൻ്റെനൻസ് ഇല്ല. ഉള്ളിൽ എന്താണെന്ന് എഴുതി വെച്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ മെച്ചമുണ്ടായിരുന്നു. സൂം ചെയ്യാം. കാണുന്നുണ്ടോ? ഇവിടെ
ഫോക്കസ് ചെയ്യാം, ഇവിടെ ഫോക്കസ് ചെയ്യാം. കാര്യമില്ല. ഏതായാലും സിംലഗുരി പോട്ടെ. സിംലഗുരി പാലസ് വിടാം. അങ്ങനെ എഴുതിച്ചു. This monument has been declared to be national importance under the ancient government century. ഇത് വായിച്ചു നോക്കിയോളി. ഞാൻ വായിച്ചു കേട്ടോ. ഈ ഗോലാക്കർ ഇത് ഇങ്ങനെ പൂട്ടി കിടക്കൽ തന്നെയാണെന്നാണ് പറഞ്ഞത്. അവിടെ പോലീസുകാരുണ്ടായിരുന്നു. പോലീസുകാരോട് ചോദിച്ചു. പോലീസുകാർ പറഞ്ഞു മുന്നൊരു അവിടെ ഒരു മോണമെൻറ്റ് വേറെ ഉണ്ട് പറഞ്ഞു. ആ ബസ്സൊക്കെ നിർത്തിയിട്ട് അവിടെ ആൾക്കാരെ നടക്കണം, അവിടെ കാണാനുണ്ട് എന്നൊക്കെ പറയണത്. പോയേക്കാം. 400 മീറ്റർ ഉണ്ട്. നോക്കിയെന്ന സാധനമാണ് തലപ്പേർ, പേറ്റു തലപ്പേർ. അങ്ങോട്ടാണ് കാണിക്കുന്നത്. അവിടെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ നേരത്തെ പോയി കുറച്ച് പേരും വെയിലും ഇവിടെ കുറച്ച് തണലൊക്കെ ഉണ്ടാകുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ റോഡ് മൊത്തം ബൊമ്മാരുണ്ട് കൺട്രോളിലാട്ടോ. ഫുള്ള് പശുക്കളെ കൺട്രോളിലാണ്. പാനിപൂരി, ബാഗ് ഐറ്റംസ്, ഫാൻസി ഐറ്റംസ്, കുറേ സാധനങ്ങൾ.